വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴും പല ആൾക്കാർക്കും നേരം വെളുത്തിട്ടില്ല. അവരിങ്ങനെ ഒരു അനുഷ്ഠാനം പോലെ അങ്ങനെ ഉടമ്പടി എടുത്ത് വെക്കട്ടെ, ഒക്കുമായിരിക്കില്ല, ഒക്കത്താ കൊള്ളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോഴം കളിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ട്. അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, സാധനം വിഷയം എടുത്തിട്ടില്ല. അവർ ആരോക്കെ ഉടമ്പടി എടുത്ത് അവർക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ചുമ്മാ വന്ന് നമ്മളൊക്കെ ഇനി ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തില്ലെന്നും പറഞ്ഞ് വേണ്ട, എടുത്തേക്കാം, എന്നാൽ അവർ ഉടമ്പടിക്കൊണ്ട് തന്നേക്കാൻ പറയും. അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ആൾക്കാർ. ഇവിടെ ഒരു ഉടമ്പടി വേണമല്ല എന്ന് പറയും. അവരെങ്ങനെ പറയും, ഈ എന്തോ ഈ അമ്മ പറഞ്ഞിട്ട് മൂത്ത ചേച്ചിക്ക് പൂങ്കാവിൽ പോവുകയാണ്, വേറെ ചേർത്തയിൽ നിന്ന് വന്ന് പൂങ്കാവിലേക്ക് പോവുകയാണ്. അപ്പോൾ മൂത്ത ചേച്ചിക്ക് എന്തോ നല്ല മീൻ കിട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി അമ്മ കൊടുത്തു വിട്ടിട്ട് അനിയത്തി പോവുകയാണ്. അപ്പോൾ അമ്മ പഠിക്കവരെ മാറിയത്, ഇടി നീ പോണ വഴിക്ക് കൃപാസനത്തിനോട് അവിടെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ അപ്പോൾ ഇവിടെ അവർക്ക് നിർത്തി ഈ മീൻ ചീഞ്ഞ് പോകത്തില്ലേ, മീൻ അവിടെ കൊണ്ട് വെച്ചിട്ട് എളുപ്പം ഒരു ഉടമ്പടി അവിടെ ബഹളം ഉണ്ടാക്കും. അവർക്കറിയത്തില്ല എന്താ ഉടമ്പടി എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം. ആദ്യകാലങ്ങളെ കാര്യം പറയാം, 2016 അപ്പോൾ ഇതുപോലെ അല്ലെങ്കിലും ഉടമ്പടിയോട് കമ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർ വളരെ ശ്രദ്ധിക്കണം. കമ്മിറ്റ് ചെയ്യില്ല, എടുത്തു വെച്ചിട്ടുണ്ട് ഉടമ്പടി. എന്നിട്ട് ഇതുപോലെ ഓരോ പ്രത്യക്ഷയുടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്, പിന്നെ ഇതുപോലെ ഉടമ്പടി ധ്യാനം കൂടുന്നുണ്ട്. പക്ഷെ ഉടമ്പടിയിലേക്ക് അവർ ഇൻവോൾവ് ആയിട്ടില്ല. അവർ സ്വയമായിട്ട് അതിൻ്റെ അകത്തേക്ക് മുഴുകിയിട്ടില്ല, ഉടമ്പടിയിൽ മുഴുകത്തില്ല. അവരിങ്ങനെ ഒരു ഫങ്ഷൻ പോലെ ഉടമ്പടി എടുത്താൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അതുപോലെ 10 കാര്യം പറയുമ്പോൾ 4 കാര്യം ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ദൈവമായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകും. ഈ ആൾക്കാർക്ക് ഒരിക്കലും ഇവരാണ് ലാഗ് ചെയ്യിക്കണത്. ഉടമ്പടി ദാവീദിൻ്റെ ഉടമ്പടി സ്കൂൾ ഓഫ് ഡേവിഡാണ് ഇപ്പോൾ. കവനൻ്റ് ആൻഡ് സ്കൂൾ ഓഫ് ഡേവിഡ്, കവനൻ്റ് അതായത് ദാവീദിൻ്റെ ഉടമ്പടി വിദ്യാലയത്തിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ പറയാൻ പോകുന്നത് 16 വായിച്ചവന്, എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. ദാറ്റ് മീൻസ് ആരാണ് അഭിഷേകം ചെയ്യാൻ പോണത്? സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ ജെസ്സിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന സംഭവമാണിത്. ജെസ്സിക്ക് എത്ര മക്കളുണ്ട്? 10-12 മക്കളുണ്ടല്ലേ. അതിൽ വില്ലന്മാരുണ്ട്, അതിനകത്ത് ബ്രിഗേഡിയർമാരുണ്ട്, പട്ടാള ജനറൽമാരുണ്ട്, മിടുക്കന്മാരുണ്ട്. പക്ഷേ ഇവരാരും അല്ല എന്നാണ് ആര് പറയണത്? പരിശുദ്ധാത്മാവ് സാമുവേലിനോട് പറഞ്ഞിരിക്കുന്നത്. അവസാനം ഒരു ഇടയബാലൻ വരും, അതാണ് ദാവീദ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയണത്. 16:7 വായിച്ചോളൂ. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? വായിച്ചോളൂ. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. പറഞ്ഞോളൂ. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അതായത് ഇത് ദാവീദിന്റെ ജ്യേഷ്ഠന്മാരുടെ അടുത്ത് വരുമ്പോഴേ പരിശുദ്ധാത്മ പറയണതാണ്. ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ നല്ല 72 മസിൽസൊക്കെ ഉള്ള യുദ്ധവീരന്മാരായിരുന്നു. ജെസ്സി അവരെല്ലാം യുദ്ധം പഠിപ്പിച്ചപ്പോൾ ദാവീദിനെ യുദ്ധം പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഓരോ ചേട്ടന്മാരെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഇവരാണ് രാജാവ്, അടുത്ത രാജാവ്. അതുകൊണ്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ഇവരുടെ മെസ്സിലും ഉയരവും സ്വർണ്ണ നിറമുള്ള മുടിയും സാംസനെ പോലുള്ള രാക്ഷസ ശരീരമൊക്കെ കാണുമ്പോഴേ പരിശുദ്ധാത്മ പറയുന്ന വാക്കാണ്. എന്താണ്? അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവന് ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അവൻ്റെ ആകാരവടിവ് നോക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മെരിറ്റ് നോക്കണമെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി വർക്ക് ചെയ്യണത് 2 കേസിലാണ്, 2 ഫാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെരിറ്റ്, നിങ്ങൾ മെരിറ്റില്ലാത്ത കൊണ്ട് പേടിക്കരുതെന്നതിൻ്റെ അർത്ഥം. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരു വിഷയത്തിന് മെരിറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പേടിക്കരുതെന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ.
അങ്ങനെ ദാവീദിനെ സാവൂൾ അഭിഷേകം ചെയ്യും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്? രണ്ട് കക്ഷികൾ തമ്മിലാണ് ഉടമ്പടി ചെയ്യണത് അല്ലേ? നിങ്ങൾ ഒരു കക്ഷിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഒരു കക്ഷി, പിന്നെ അടുത്ത കക്ഷി ആരാണ്? ദൈവമാണ്, ഈശോയാണ് കക്ഷി. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ ഉടമ്പടി ചെയ്യണത് ഇതൊരു പ്രെയർ അല്ല, ഇത് ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്, ഉഭയകക്ഷി ആണ്. ഉഭയകക്ഷി കരാറ്, സമ്മതമാണ്. അപ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് പറയും. അപ്പം നിങ്ങളെന്ത് പറയും? കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് ഉടമ്പടി. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് ദൈവം പറയും. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഞങ്ങൾ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. ഇതാണ് ഉടമ്പടി. അപ്പോൾ നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഇങ്ങനെ സമ്മതമായി കഴിയുമ്പോൾ ഇവിടെ വരുന്നൊരു വിഷയം, മറ്റു ഒരു ഉടമ്പടിക്കും ഇല്ലാത്തൊരു ആനുകൂല്യം മരിയൻ ഉടമ്പടിക്കുണ്ട്. സാവൂളിന് കിട്ടാഞ്ഞ ദാവീദിന് കിട്ടാതിരുന്ന ഒരു ആനുകൂല്യം എന്താണ്? ദ പ്രസൻസ് ഓഫ് മേരി, കർത്താവിൻ്റെ അമ്മയുടെ സാന്നിധ്യം. നിങ്ങൾ അവരുടെ മധ്യസ്ഥതയിലാണ് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ലേ? ആരുടെ മധ്യസ്ഥതയിലാണ്? മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ്. മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ്? അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സംഭവം ഏതെങ്കിലും നിമിഷം മാനുഷികമായ ഒരു ചാബല്യം കൊണ്ട് തെന്നിപ്പോയാലും അമ്മ മധ്യസ്ഥ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വിഷയത്തിന് കോട്ടം ഉണ്ടാകത്തില്ല. അത് ഗ്യാരണ്ടീഡാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ദാവീദിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. മോസസിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. അത് കാരണം കുറേ കുഴപ്പങ്ങൾ ആ ഉടമ്പടിക്ക് സംഭവിച്ചു. എബ്രഹാത്തിന് 25 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. സമയത്ത് സ്വാധീനിക്കുന്ന കണ്ടന്റ് അതിനകത്തില്ലായിരുന്നു. എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തിട്ട് 25 കൊല്ലം കഴിഞ്ഞല്ലേ കുഞ്ഞ് ജനിച്ചത്, ഇല്ലേ? മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഈ 24 വയസ്സുള്ള വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ആ മാസം തന്നെ ഒരു പ്രഗ്നൻ്റ് ആകണത്? ടൈമിൻ്റെ കണ്ടൻറ്റാണ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ മക്കൾ ഇത് വെറുതെ ചുമ്മാ ഒരു അനുഷ്ഠാനക്രിയ പോലെ എടുക്കരുത്. ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ദൈവിക ഇടപെടലിൻ്റെ ഒരു സുവിശേഷ രക്ഷാകര സംവിധാനമാണിത്. അപ്പോൾ അത് വളരെ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം. എപ്പോഴും ഉടമ്പടി ധ്യാനം പഴയതൊക്കെ നോക്കി കൂടിക്കൊണ്ടിരിക്കണം. കാര്യം ഓരോ കാലത്ത് ദൈവം ഓരോ കാര്യമല്ല അപ്ഡേഷൻ ചെയ്യണത്. അപ്പോഴേ എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇങ്ങനെ സംഭവിച്ചാൽ, ഉടമ്പടി ചെയ്താൽ എന്താണ് ആ ഉടമ്പടിയുടെ ആ ദിവസം മുതൽ എന്താ സംഭവിക്കണത്? അതായത് ഇപ്പം നോക്ക്, അത് ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. 13 1 സാമുവേൽ 16:13. 1 സാമുവേൽ 16:13 വായിച്ചോളൂ, ശ്രദ്ധിക്കട്ടെ. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. ഒന്ന് പറഞ്ഞേ. അന്ന് മുതൽ 1 സാമുവേൽ 16:13. അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ദാവീദിൽ ആവസിച്ചു. അപ്പൊ ഇതൊരു പ്രധാന ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? അഭിഷിക്തരായി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ആവസിച്ചു എന്നല്ല ബൈബിൾ പറയണത്. പിന്നെന്താണ്? ശക്തമായി ആവസിച്ചു, അല്ലേ? ശക്തമായി ആവസിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിശ്വാസിയാണെങ്കിൽ ആത്മാവിൻ്റെ ആവസിപ്പ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ അതേസമയം തന്നെ ഇപ്പം വിശുദ്ധിയുള്ള വിശ്വാസിയാണെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആവസിപ്പ് ഉണ്ടാവും. പക്ഷേ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് വേണ്ടി നമ്മൾ പ്രത്യേക ശക്തീകരണം നടത്താൻ വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ചെയ്യണത്. അപ്പോഴെന്നാ പറയണത്? ശക്തമായി ആവസിക്കും. അതാണ് വിഷയം. അതാണ് 1 സാമുവേൽ 16:13. അന്ന് മുതൽ പറഞ്ഞ്, അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. ഈ ഉടമ്പടിയോടുകൂടി ശക്തമായ ഒരു ആവസിപ്പാണ് വരണത്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ആത്മാവിൻ്റെ ആവസിപ്പും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക്
സുവിശേഷ അഭ്യാസങ്ങൾ നൽകിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ ആവശ്യത്തിൽ നിങ്ങൾ നിൽക്കാനും വളരാനും വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ടു, അല്ലേ? ഞാൻ കാരാഗ്രഹവാസിയായി, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ആരാണ്? കർത്താവിൻ്റെ വചനമാണ് നമ്മൾ നിറവേറ്റുന്നത്. എന്തിനാണ്? നമുക്ക് ലഭിച്ച ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത്. അതിനെ ഊതിക്കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷേ അത് ഊതിക്കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം ദൈവകൃപകളുടെ എല്ലാത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഊതിക്കത്തിക്കൽ. 1 തിമോത്തി 2:6 ഈ ഊതിക്കത്തിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കൈവെപ്പിലൂടെ നമുക്ക് കൂദാശകളിലൂടെ ലഭിക്കുന്ന ദൈവിക വരമാണ്. കൈവെപ്പെല്ലാം വരണ എവിടെയാണ്? കൂദാശകളല്ലേ? സക്രമെൻ്റൽ ഗ്രേസാണ്. ഈ സക്രമെൻ്റൽ ഗ്രേസിന് നമ്മൾ എന്ത് ചെയ്യണം? കൂദാശയില്ലേ? ജ്ഞാനസ്നാനമുണ്ട്, അതുപോലെ തന്നെ സ്ഥൈര്യലേപനമുണ്ട്, വിശുദ്ധ കുർബാന. പിന്നെ കൈവെപ്പുണ്ടാകുന്ന ഓരോ ഫണ്ടമെൻ്റൽ സക്രമെൻ്റൽ ഗ്രേസ് ഉണ്ട്. ഇത് സക്രമെൻ്റൽ ഗ്രേസ് നമ്മൾ കുർബാന കൂടുമ്പോഴും നമ്മൾ ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യണത്. ഈ കൈവെപ്പിലൂടെ ലഭിക്കുന്ന ദൈവിക വരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഊതിക്കത്തിക്കണം, ഇല്ലേ? ഈ ഊതിക്കത്തിക്കണം എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഊതിക്കത്തിക്കണത്, അല്ല വേറൊരു കൈവെപ്പ് എടുത്തുകൊണ്ടല്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ സക്രമെൻ്റൽ ഗ്രേസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കൗദാശിക വരപ്രസാദം. ഈ കൗദാശിക വരപ്രസാദമാണ് കൈവെപ്പിലൂടെ ലഭിക്കുന്നത്. അതാണ് 2 തിമോത്തി 1:6 എന്ന് പറഞ്ഞ്, എൻ്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം ഊതിക്കത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ when you are doing the mission work, actually what you are doing, you are fanning the flames, the grace. അതായത് നിങ്ങൾ ഒരു മിഷൻ വർക്ക് ചെയ്യാൻ, എന്ത്? അവൻ പറയണ പോലെ ചെയ്യാൻ നിങ്ങൾ ചെയ്യണത് എന്താണ്? കർത്താവിനെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടുപോയി നിങ്ങൾ ചെയ്യണത് എന്താണ്? കൃപാസന പത്രം കൊടുക്കുകയാണ്. ഞാൻ പണ്ടും പറയുമായിരുന്നു, പത്രം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കണമെന്ന്. എന്താ കാര്യം? അത് ഗ്രേസ് ഫോസ്റ്റർ ചെയ്യുന്ന ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഈ സിനിമക്കാർ അല്ലെങ്കിൽ ഈ ചില ഓണത്തിന് പരിപാടിയൊക്കെ നടത്തുന്ന ക്ലബ്ബുകാർ നോട്ടീസ് കൊടുക്കത്തില്ലേ? അതുപോലെ വല്ലവൻ്റെയും പെടലിക്കൊണ്ട് ചാണ്ടിയിട്ട് ഇനി എത്ര പത്രമുണ്ട്, ഇനി 7, ഇന്ന് 7 വിട്ടു, എവിടെ പോയിട്ടുണ്ടായി? പിന്നെ ഉണ്ട്, ഇനി എത്ര പത്രമുണ്ട്? ഇന്ന് 4. ഇതിങ്ങനെ കൊടുക്കേണ്ട കുറേ പെരിച്ചാഴികളുണ്ട്. അവിടെ കാര്യത്തിൽ ഇറക്കാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതൊരു മിഷനാണിത്, ഫാൻ ആൻഡ് ഫ്ലെയിംസാണ്. ഒരു പത്രം കയ്യിൽ നിന്ന് വിടുമ്പോൾ 10 പ്രാർത്ഥനയും കയ്യിൽ നിന്ന് പോകണം. കർത്താവേ, ഞാൻ പത്രം കൊടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ, പക്ഷെ അവരത് വായിക്കണം. അത് വായിച്ചാൽ മാത്രം പോരെ ഈശോയെ, അവർ നിന്നെ തിരക്കി വരണം, നിന്നെ അറിയണം. കർത്താവെ, നിന്നെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ എന്നെ ഉപകരണമാക്കണമേ. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ നിമിഷം വരെ നമുക്ക് കിട്ടിയിട്ടുള്ള വെളിപാടുകൾ എന്താണ്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിച്ച ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനം നമ്മൾ ഫാൻ ആൻഡ് ഫ്ലെയിംസ് ഊതിക്കത്തിക്കുകയാണ് ചെയ്യണത്. എന്തിലൂടെയാണ്? ഉപവിപ്രവർത്തനങ്ങളിലൂടെ. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊരിക്കലും ഒരു കേവല പ്രാർത്ഥന കൊണ്ട് അത് വർക്ക് ചെയ്യത്തില്ല. അത് ചില വിശ്വാസ വീരന്മാരൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ, കാര്യം ഇത് 80% പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവ് പറഞ്ഞതുപോലെ നടപ്പിൽ വരുത്തുന്ന പ്രാർത്ഥനയാണത്. അതിപ്പം ഞങ്ങൾ ഒരു നോട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ രീതിയിൽ കർത്താവിൻ്റെ മനസ്സ് റീഡ് ചെയ്തുകൊണ്ട് അതൊന്ന് പൊലിപ്പിക്കണത് നല്ലതാണ്. കർത്താവിൻ്റെ മനസ്സെന്താ പറയണത്? നിങ്ങളോട് 1 മൈൽ പോകാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കൂടെ നിങ്ങൾ 2 മൈൽ പോകണം. ശണ്ടകൂടി മേലങ്കി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിങ്ങൾ മേലങ്കി കൂടി വിട്ടുകൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ അത് കൂടുതൽ കർത്താവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ?
അതായത് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറേ ഇപ്പോൾ വസ്ത്രം കൊടുക്കുക, രോഗികളെ പോയി കാണുക, അവരെ സഹായിക്കുക, അവരെ കുളിപ്പിക്കുക, പ്രായമുള്ളവരെ കുളിപ്പിക്കുക. ഇപ്പോൾ മണമൊക്കെ വിളിച്ചിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ഞങ്ങൾ കുർബാനയൊക്കെ കൊടുക്കാൻ വേണ്ടി വീടുകളിലൊക്കെ വരുമ്പോഴേ അവിടെ അപ്പോൾ ഒരു ആണ്ടായിട്ട് കുളിക്കാത്തവരെ കണ്ടിട്ടുണ്ട്. ഒരു ആണ്ടായിട്ട് അവരുടെ വീടൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും, സൂപ്പറായിരിക്കും. അപ്പനും അമ്മയൊക്കെ ഏതെങ്കിലും ഇറയത്ത് എവിടെയെങ്കിലും കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സൂക്ഷിച്ചിരിക്കുക. അവരുടെ ചുമയും പിന്നെ അവിടെ ഏമ്പക്കമൊക്കെ വീട്ടുമുറ്റത്ത് വരാതിരിക്കാൻ വേണ്ടി അവരെവിടെയെങ്കിലും കൊണ്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. അവർ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അവരവിടെ കഴിഞ്ഞ് മണം വെക്കും. അപ്പം അങ്ങനെ എന്നാലും മരിക്കാൻ നേരത്ത് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകില്ല കുർബാന കൊടുക്കാനും കുമ്പസാരിപ്പിക്കാനൊക്കെ. അപ്പോഴൊക്കെ വാ പൊളിപ്പിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും, തറവാട്ടിലുണ്ടാകും. ഒന്നാമത് ഇപ്പോൾ ആളൊക്കെ കുറവല്ലേ, പണ്ടത്തെ പോലെ ആളൊന്നുമില്ലല്ലോ. ഉള്ള കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പോവും, ചിലപ്പോൾ ഒരാളായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇത് നമ്മളുടെയൊക്കെ ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് മാനസികമായ ഒരു ഒരുക്കം വേണം. ഉടമ്പടി എപ്പോഴും മാനസിക ഒരുക്കത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം നിങ്ങളോട് ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അഭിഷേകം കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉടമ്പടി അങ്ങനെ ഒരു വിഷയം ലക്ഷ്യം വെക്കുന്നുണ്ട്. കാര്യം നിങ്ങൾക്കിന്ന് ചെയ്യത്തില്ല, അറപ്പാണ്, നിങ്ങൾക്കിന്ന് ആരോഗ്യമില്ല, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ദൈവതിരുസന്നിധി സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനുള്ള പ്രത്യേക കരുത്ത്, പ്രത്യേക ധൈര്യം, പ്രത്യേക അഭിഷേകം, പ്രത്യേക അഭിവാഞ്ചയൊക്കെ തരും ദൈവങ്ങൾക്ക്. ഈ മനസ്സ് മാറ്റമെന്ന് പറയണത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, മനസ്സാണ് പ്രോബ്ലം. അവിടെ മനസ്സാണ്. ചിലപ്പോൾ ഈ കിടക്കുന്ന രോഗി നിങ്ങളെ പണ്ട് പാര വെച്ച പാർട്ടിയായിരിക്കും. അവിടെ മക്കളുമായിട്ട് ഒത്തുകൊണ്ട് നിങ്ങളുടെ ശരിക്കും നല്ല പണി ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുക ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാത്തൂനോടായാലും അമ്മായിയപ്പനോടായാലും മരുമകളോടായാലും ആരോടായാലും നിങ്ങൾക്ക് ഈ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആൾക്കാരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ചില സമയത്ത് ഇത്തിരി പാടായിരിക്കും. പക്ഷെ നമ്മൾ ഒരു 2 കിലോമീറ്റർ പോയി ഒരു ആശുപത്രിയിൽ പോയി രോഗിയെ കാണുന്നതിനേക്കാളും ആ സമയത്ത് ഈ ആളെ കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഉള്ളൊരു കുഴപ്പമാണ്. ഈ രോഗികളെ കുർബാന കൊടുക്കാൻ മുമ്പ് അവർ കുർബാന വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. കാര്യം എനിക്ക് ചെറിയ മണം അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചുരുക്കമുണ്ടാകുന്ന ആളാണ്. പക്ഷേ എൻ്റെ ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഈശോ അത് വേറെ വിഷയം, എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ ചെയ്യും. അത് തീരുമാനമാണത്. ആ തീരുമാനം അത് കാര്യം ഇവർ വർഷങ്ങളായി കഫം ഇങ്ങനെ തിളക്കുമല്ല, തൊണ്ടയിൽ കിടന്ന് കഫം ഇങ്ങനെ തിളക്കുകയെ. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു രോഗിനെ കണ്ടാൽ മതി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ കാണണ്ടേ. അപ്പോൾ എത്രയോ രോഗികളെ കാണും. അപ്പോഴേ കഫം തിളച്ച ഈ പഴയ കഫമല്ലേ, പഴയ കഫം 10-16 ദിവസമൊക്കെ പഴക്കമുള്ള കഫം തൊണ്ടയെന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും അണുക്കളുമായിട്ടൊക്കെ ഇരിക്കണം. ഈ ആൾക്കാരത്ത് നമ്മൾ കുർബാന കൊടുക്കാൻ പോണത്. അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ മുറി കയറുമ്പോൾ തന്നെ നമുക്ക് തല ചിടിക്കാൻ തോന്നും. പക്ഷേ ഈശോ എന്ന് വിളിച്ചോണ്ട് നമ്മൾ ചെല്ലും. അപ്പോഴെന്നെ സംബന്ധിച്ച് ഇവിടെയൊക്കെ ഇതിനൊക്കെ ഒരു അഭിഷേകമുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈശോ നമ്മുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യും. ബൈബിളെല്ലാം എല്ലാം ചേഞ്ച് ചെയ്യണതാണ്. ഈ ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ചേഞ്ച് ചെയ്യും, എല്ലാ വിഷയവും ചേഞ്ച് ചെയ്യും. അതായത് സ്ഥലം മാറും, അതുപോലെ തന്നെ സിറ്റുവേഷൻസ് മാറ്റിത്തരും, പിന്നെ സമയം മാറ്റിത്തരും, പിന്നെ വേണമെങ്കിൽ ഹൃദയവും മാറ്റിത്തരും. ഈ ഉടമ്പടിയുടെ ഒരു രീതി അതാണ്.